ഹലോ നമസ്കാരം. ഇത് തൃശ്ശൂർ ജില്ലയിലെ 907 എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു ശാന്തമായ പ്രദേശം. തൃശ്ശൂർ സെൻറ്ററിൽ നിന്നും ഏകദേശം 30 കിലോമീറ്റർ മാറിയാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. ഈ സ്ഥലത്തിൻ്റെ ആത്മാവായി നിലകൊള്ളുന്നത് 907 മക്കാം മസ്ജിദ് ആണ്. എന്നാൽ ഇവിടെ എത്തുന്നത് വെറും ഒരു യാത്രയല്ല, അതൊരു അനുഭവമാണ്. ഈ മക്കാമയിലേക്ക് എത്തുന്ന വഴി കാടുകളിലൂടെ കടന്നു പോകുന്ന ഒരു മനോഹരമായ പാതയാണ്. യാത്രക്കിടയിൽ ഞാൻ കണ്ടത് ആനകളെ, മയിലുകളെ, മാനുകളെ, കുരങ്ങുകളെ, അതോടൊപ്പം വിവിധതരം പക്ഷികളുടെ മധുരമായ ശബ്ദങ്ങൾ. പ്രകൃതി തന്നെ ഈ യാത്രയെ ഒരു ആത്മീയ യാത്രയെ മാറ്റുന്ന പോലെ തോന്നും. ഈ പാതയിലൂടെ പോകുമ്പോൾ പല തൂക്കുപാലങ്ങളും കാണും. ഓരോ പാലവും കടക്കുമ്പോൾ ഹൃദയം അല്പം വേഗത്തിലിടിക്കുന്ന ഒരു അനുഭവം. പക്ഷെ അതൊരു പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു അനുഭൂതിയാണ് കേട്ടോ. ഈ യാത്രയിൽ ഞങ്ങൾക്ക് കിട്ടിയ ഭാഗ്യമാണ് ഈ ആനക്കൂട്ടം. ഏകദേശം 8ഓളം ആനകളുണ്ടായിരുന്നു. കുട്ടിയാനകളും തള്ളയാനകളും എല്ലാം കൂടെ ഏകദേശം 8 ആനകളോളം റോഡ് സൈഡിലുണ്ടായിരുന്നു. ഇതിൻ്റെ ഭംഗി ഒത്തിരി പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്ര വലുതാണ് ഇതിൻ്റെ ആസ്വദിക്കാൻ പറ്റുന്നത്. പിന്നെ എടുത്തു പറയാവുന്ന ഒന്നാണ് ഇതിൻ്റെ കാനന ഭംഗി. കാടിലൂടെയുള്ള യാത്രയുടെ ഭംഗി അതൊരു പ്രത്യേകതയാണ്. അത് പോയി നോക്കിയാലേ അറിയുള്ളൂ. ഒരു പുഴയും ഈ റോഡിൻ്റെ സൈഡിലൂടെ ഒരു മനോഹരമായ പുഴ കൂടി ഒഴുകുന്നുണ്ട്. ഈ പുഴയെ ക്രോസ് ചെയ്തിട്ടാണ് ഈ തൂക്കുപാലങ്ങളൊക്കെ ഉള്ളത് കേട്ടോ. അവസാനം ആ ശാന്തതയുടെ നടുവിൽ നമ്മൾ എത്തിച്ചേരുന്നത് 907 മക്കാം മസ്ജിദിൽ. ഇവിടെ ചിലവഴിക്കുന്ന ഓരോ നിമിഷവും ഒരു യാത്രയല്ല, ഒരു ആത്മീയ അനുഭവമാണ്. ഇവിടെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ രാവിലെ 6 മുതൽ വൈകിട്ട് 6 വരെ മാത്രമേ ഈ മസ്ജിദ് തുറക്കുകയുള്ളൂ. എല്ലാ വ്യാഴാഴ്ചകളിലും പ്രത്യേക പ്രാർത്ഥനകളും മറ്റും ഇവിടെ നടന്നു വരുന്നുണ്ട്. ഒത്തിരി പേർ ദുആ ചെയ്യുന്നതിനും മറ്റുമായി ഇവിടെ എത്തുന്നു. ശാന്തത തേടുന്നവർക്ക്, പ്രകൃതിയെയും വിശ്വാസത്തെയും ഒരുമിച്ച് അനുഭവിക്കണമെന്നുള്ളവർക്ക് 907 മക്കാം മസ്ജിദ് ഒരിക്കലെങ്കിലും സന്ദർശിക്കേണ്ട പ്രത്യേക ഇടമാണ്. ഇതിൻ്റെ അടുത്ത് തന്നെയായിട്ടാണ് ചിമ്മിനി ഡാം സ്ഥിതി ചെയ്യുന്നത്. ഡാമിൻ്റെ ഭംഗി ആസ്വദിക്കാനും ഈ യാത്ര നമുക്ക് വളരെയധികം ഉപകാരപ്പെടും.